നവരത്നമുഖം കത്തിടും മയിലാളെ. ഹായ് ഗൈസ്, നമസ്കാരം. ഞാൻ നിങ്ങൾ സരേഷ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് SKV എന്റർടൈൻമെന്റ്. നമ്മളിപ്പോ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് മൊത്തം അടവാണ് നമുക്ക് അറിയാം, എന്നാലും നമ്മളൊരു ഫ്രണ്ടിനെ കാണണം, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. പിന്നെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കും. വൺ ഡേ സ്റ്റേ ഉണ്ട്. എന്നാലും വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യാം. ഗൈസ്, നമ്മൾ ചുരം കയറാൻ പോവുകയാണ്. ഇനി ഇവിടെ ചുരത്തേക്ക് കുറച്ച് കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാവരും ഭയങ്കര ത്രില്ലാണ്. ഇത് നമ്മുടെ റൈഫ്ക ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര മാസമായി? 4 മാസമായി. എങ്ങനെയുണ്ട് നമ്മളെ ഒരു കേരളത്തിന്റെ ഒരു നല്ല സുഖത്തിലാണ് പോകുന്നത്. അതെ, കൊറോണയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലല്ലേ? സാറേ എത്ര ആയി വന്നിട്ട്? 20 അതെ, 20 വയസ്സായി. എങ്ങനെയുണ്ട് നമ്മുടെ കേരളത്തിന്റെ ഒരു തനിത് കാലാവസ്ഥക്ക് എത്തിയപ്പോ? അതെ, പൊളിയാണ്. കേരളമാണ് ശരിക്കും നമ്പർ 1. ഫുള്ള് മലകൾ കാണുമ്പോ ഞങ്ങക്ക് ഭയങ്കര ത്രില്ലാണ്. കാരണം സൈഡ് വ്യൂ ഒക്കെ കണ്ടോ നിങ്ങള്? ഞങ്ങളൊരു ഫീലിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു ശരിക്കും മനസ്സിലായി. കാരണം ഒരു 2 വർഷം 3 വർഷം ഗൾഫിലെത്തുന്ന പ്രവാസി, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന പ്രവാസിക്ക് ഇങ്ങനൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അത്രയും ത്രില്ലിംഗ് ആവും. എക്സ്ട്രാ ത്രില്ലിംഗ് ആണ്. ആ ഒരു വൈബിലാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാം പല സ്ഥലങ്ങളും ഓപ്പൺ അല്ലാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടും ഞങ്ങൾ പോകണത് എന്തുകൊണ്ടാണ്? ആ ത്രില്ല് ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഈ ട്രിപ്പിൽ കഴിയില്ല. കാരണം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് പരിമിതികളുണ്ട് ട്രിപ്പിൽ. നമ്മൾ ആ പരിമിതികളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടുള്ളൊരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നും കാണിച്ചു തരാൻ നമുക്ക് ഈ കോവിഡൊക്കെ മാറിയിട്ട് എന്നൊരു യാത്ര പോസിബിൾ ആവുമെന്ന് നമുക്ക് ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ആൾക്കും നമുക്ക് അതിൽ ഒരു പ്രഡിക്ഷൻ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യാത്ര ക്യാൻസൽ ചെയ്തില്ല. നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തി. എല്ലാവരും എല്ലാ പ്രൊട്ടക്ഷൻസ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്തത്. എന്നാലും കറക്റ്റ് നമുക്ക് ഒരു റൂട്ട് മാപ്പ് ഉണ്ട്. നമ്മൾ അതനുസരിച്ച് നിങ്ങളെ ഈ ഇത് കാണിക്കും. നമുക്ക് ഇതിൽ കൂടുതലായിട്ട് സ്ഥലങ്ങളൊന്നും കാണിച്ചിട്ട് നിങ്ങളെ കൂടുതൽ എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമ്മൾ പരമാവധി മാക്സിമം നമ്മൾ എന്തായാലും നിങ്ങളെ കാണിച്ചിരിക്കും.
ഫസ്റ്റ് ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഒരു രസം തോന്നി, ഫോട്ടോ എടുക്കാൻ പറ്റി നല്ലൊരു സ്ഥലം കണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇറങ്ങിയാണ്. ഒരു തേയിലത്തോട്ടം, നമ്മളെ ഫോട്ടോഗ്രാഫറെ കണ്ടിട്ടുണ്ട്. ഫൗസുദ്ദീൻ പെട സ്ഥലമാണ്. നമ്മളെന്തായാലും മനസ്സിലാവൂലേ? ആ വയനാട് എന്ന് പറഞ്ഞാൽ പിന്നെ അതെ നമ്മളെന്തായാലും ഒരു സ്റ്റേ ഉണ്ട് ഇവിടെ. എന്നിട്ട് ആ സ്റ്റേയുടെ റൂമൊക്കെ നമ്മൾ കാണിക്കും. ഇന്ന് പരമാവധി നമ്മളെല്ലാ സ്ഥലങ്ങളും കാണിച്ചിരിക്കും. ഇതാണ് നമ്മൾ ഇറങ്ങിയ ഫസ്റ്റ് വ്യൂ പോയിന്റ്. നമ്മൾ ചുരം കയറിയിട്ട് ഫസ്റ്റ് ഇറങ്ങിയ വ്യൂ പോയിന്റ് ഇതാണ് ഇത്. അവിടെ നിന്ന് കുറേ രസകരമായ ഫോട്ടോസ് എടുത്തിട്ട് നമ്മളിതാ വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എടക്കൽ ഗുഹയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ജസ്റ്റ് 7 കിലോമീറ്റർ ദൂരം എടക്കൽ ഗുഹയ്ക്ക് കാണിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ. ക്ലോസ് ചെയ്യുന്ന സമയം 4 മണി മാപ്പിൽ കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഓൾറെഡി ക്ലോസ് ആയിരിക്കും, അറിയില്ല. എന്നാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡ്രൈവർ ഫുൾ ആക്റ്റീവ് ആട്ടോ. എല്ലാരും ചടച്ചു തുടങ്ങിയ പോലെ അങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക്. ഇല്ല എനർജിക്കാണോ? പിന്നെന്താ? എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ചാനല് പറയൂ. ചാനൽ സബ്സ്ക്രൈബ് പറയും. ചാനൽ സബ്സ്ക്രൈബ് പറയും. അതാ ഇവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാന്ന്. നിങ്ങള് പ്രതികരിക്കണം. ഇതിനെതിരെ വൻ പ്രതിഷേധം നടത്തണം. നിങ്ങള് ഇവിടെ പോയിക്കൊണ്ടിരിക്കണേ. ആയിക്കോട്ടെ, നല്ല അടാറ് കയറ്റാണ്. അതുകൊണ്ട് തന്നെ കേസ് നല്ല കുഴഞ്ഞാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് അധ്വാനിച്ച് ചീരത്ത് കാരണം എല്ലാവരും നന്നായിട്ട് കഴിച്ചു. ഫ്രണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി 2 ആൾ ഓടി പോകുന്നുണ്ട്. ടിക്കറ്റ് കിട്ടുന്ന ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല, കാരണം കറക്റ്റ് 4 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ കിതച്ച സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. കേസ് അവസാനം നമ്മൾ ഇടയ്ക്കൽ കൂടെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഓ കിതച്ച് വെച്ച് മാനം കിട്ടും. ഇത് ആകാശം കാണുക കണ്ട വയ്യ കേസ്. ഭയങ്കര റിസ്ക് എടുത്താണ് നിങ്ങൾ ഇതുവരെ എത്തിയത്. ഒറ്റ ഒന്നിനും സ്റ്റാമിന ഇല്ല. ലാസ്റ്റ് എത്തി ഞാനാണ്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നമ്മളൊരു പവർ. അപ്പോൾ ഇതാണ് നമ്മൾ ഇടക്കൽ ഗുഹ. ഇവിടെ മോൾ ഭാഗം കാണുന്നില്ല. ഒരു അടാറ് സ്ഥലം തന്നെ കേട്ടോ. ഒരു രക്ഷയില്ല കേസ്. വന്ന് കാണാൻ പറ്റാത്തവർക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എടക്കൽ ഗുഹയുടെ ഒരു ഉള്ള് അകം. ഇവിടെയൊക്കെ എന്തൊക്കെ വഴികളൊക്കെ ഉണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. ജസ്റ്റ് നമുക്ക് ഉള്ളിലേക്കൊക്കെ ഒന്ന് പോയേക്കാം. എവിടേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഒരു തുരങ്കം. എന്താണെന്ന് ഏതാണെന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ഇവിടെയൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും ഇത്രയും ആവാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് ഇവിടെ ഒരു ഗേറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓ മോനെ, എടാ നിസാർ കണ്ടുവിടാ. ഒരു മാരകമില്ലാത്ത ഈ ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു രക്ഷയില്ല കേസ്. കറക്റ്റ് 2 പാറകൾക്കുള്ളിൽ കൂടെ എന്തുകൊണ്ട് 2 പാറയുടെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് ഇതാ തന്നെ ഇങ്ങനെയാണ് കാണാൻ പറ്റുന്ന കേസ്. ഒരു രക്ഷയില്ല. ഞാൻ പണ്ട് എൻജിനീയറിംഗ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളെ എൻജിനീയേഴ്സിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എൻജിനീയർ ദൈവമാണെന്നുള്ള ദൈവം പല സ്ഥലങ്ങളിൽ തെളിയിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെ ഇതും. നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻ എടുത്ത് ഇവിടെ വരുത്തിയിട്ടുണ്ട് മനുഷ്യനായിട്ട്. അവിടെ ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു രക്ഷയില്ല കേസ്. ഇതൊക്കെ വന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ മിസ്സിങ്ങനെയാണ് കേസ്. ഞാൻ വയനാട് 3-5 വട്ടം വന്നിട്ടുണ്ട്. പക്ഷേ എടക്കൽ ഗുഹ ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റാണ് എടക്കൽ ഗുഹകളിൽ കയറുന്നത്. വയനാട് വന്നെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിന് വേണ്ടി ഓരോരുത്തർ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ സ്ഥലങ്ങളായിട്ട് ഡാമും കാര്യങ്ങളും മാത്രമേ കണ്ടുള്ളൂ. എടക്കൽ ഗുഹയിൽ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു പ്രത്യേക രസം തന്നെയാണ്. ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറയാം. ഗൈസ്
നമ്മുടെ ടീം ഇതാ ഇടക്കലുള്ളിൽ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഇവരെ പൂട്ടിട്ടേ പോയാലോ, ലോക്കാണ്. നിങ്ങൾ വരുന്നുണ്ടാ? ഞാൻ ക്ഷീണിച്ച് ഗൈസ്, നമുക്ക് ഇറങ്ങാം. കണ്ട ഗൈസ്, ഗുഹയുടെ വേറൊരു ഒരു സെൻറ്റർ പോയിന്റിലാണ് ഞാൻ നിൽക്കണത്. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ ഒക്കെ തെന്നി പോകുന്നുണ്ട്. ഇടയ്ക്ക് ഷോട്ടൊന്നും കിട്ടിയിട്ടില്ല എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സായി പോകുന്നല്ല, ആകെ ക്ഷീണിച്ച് അലമ്പായി ഗൈസ്. ഈ ഒരു ഗുഹയിൽ ശരിക്കും പെട്ട അവസ്ഥയാണ് ഞാൻ. ഇവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എവിടെ എത്തിയെന്ന്. അയ്യോ, റിട്ടേൺ കയറാണ് ഞാൻ എവിടെ എത്തി എനിക്കറിയില്ല. ഞാൻ റിട്ടേൺ വന്ന വഴിക്കനെ പോവാണ്. എങ്ങോട്ടെത്തി എന്തെത്തിയെന്ന് അറിയാതെ പെട്ടുപോയി ഗൈസ്. ഈ ഒരു വഴി കയറിയതായിട്ട് എനിക്ക് ചെറിയൊരു ഓർമ്മ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതന്നെയാണോ എന്ന് എനിക്ക് അറിയുകയും ചെയ്യില്ല. എൻ്റെ കൂട്ടുകാരും ഇവിടെ കാണുന്നില്ല. അവരിങ്ങോട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് അവർ മിസ്സായിപ്പോയി ഗൈസ്. അപ്പം ഞാൻ അവിടെ ഒറ്റയ്ക്കായി. ഇനി വന്ന വഴി കൊണ്ട് റിട്ടേൺ നടന്നു നോക്കുകയാണ്. ശരിക്കും പുലിയുടെ കൂട്ടുപെട്ട അവസ്ഥയായി. അത് മിസ്സിങ് ആണ് ഗൈസ്. അവരാരും തന്നെ ഇവിടെ കാണാനില്ല. പേടിയുണ്ട് ചെറുതായിട്ട്, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ത്രില്ലിങ് അല്ലേ. ഗൈസ്, അവരെ കാണാനില്ല. നമ്മൾ പെട്ട് ഒരു രക്ഷയില്ല ഗൈസ്. നമ്മൾ ശരിക്കും കുടുങ്ങി. ഒരു സൗണ്ടോ ഒന്നും കേൾക്കാല്ല. വന്ന വഴിയൊക്കെ നമ്മൾ വീണ്ടും റിട്ടേൺ കയറിക്കൊണ്ടിരിക്കുക. ഒരു ഐഡിയ കിട്ടുന്നില്ല ഗൈസ്. അവിടെ ഇവിടെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്. ഇത് എങ്ങോട്ടാണെന്നോ എന്താണെന്നോ ഒരു രക്ഷയില്ല ഗൈസ്. ഇതിപ്പോൾ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞത്, ക്ലോസ് ചെയ്ത് ഞാൻ എങ്ങനെ താഴത്തേക്ക് പോകുന്ന ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഇത് വേറെ എങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനാ ഒറ്റയ്ക്കാണ് ഇവിടെ. നിസാറാ ഇടയ്ക്കൊന്നും നമ്മൾ വഴുതിട്ട് പോയി. അവസാനം ഇതുകൊണ്ട് വീണ്ടും പ്രോപ്പർ വഴിക്കുന്നുണ്ട്. ഇനി ഇത്രയും താത്തിക്ക് പോകണം ഗൈസ്. അവസാനത്താ നമ്മുടെ ഇടക്കൽ ഗുഹ കഴിഞ്ഞ് താത്തിക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. എന്തായാലും വയനാട് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഇടക്കൽ ഗുഹ ഓപ്പൺ ആണ്. 4 മണി വരെ ഓപ്പൺ ആണ്. രാവിലെ എത്ര മണിക്ക് തുറക്കാൻ നമുക്കറിയില്ല. ഇതാണ് ഗൈസ്. ഇതാ ഇവിടുത്തെ കുറച്ച് നമുക്ക് അറിയിപ്പുകൾ തന്നിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസ് ആണ്. എല്ലാവരും ചെക്ക് ചെയ്യുക, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പോൾ ഞങ്ങൾ ഇടക്കൽ വീട് താഴത്തിറങ്ങാണ്. അടുത്തായി നമ്മൾ റൂമിലേക്ക് പോവാണ്. നമ്മളെ സ്റ്റേ ആണ് അടുത്തായിട്ട് കാണാൻ പോണ്. നമ്മൾ എവിടെ റൂം എടുക്കുന്നത് തീരുമാനിച്ചില്ല. യെസ്, കാപ്പി കുരു. എന്താണ് നമ്മുടെ ഇടക്കൽ കൂടെ ഒരു അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് നോക്കിയാൽ നമ്മളെ പ്രശസ്ത ഗായകനും കലാകാരനുമായ റൈഫ് ഖാൻ. ഇന്ന് രാത്രി റൈഫ് ഖാന്റെ മനോഹരമായ ഗാനം യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അതും കൂടി ആസ്വദിക്കാൻ അല്ലെങ്കിൽ അതും കൂടി ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോളൂ. ഗൈസ്, നമ്മളെ നല്ല ക്ഷീണിച്ച് ഗൈസ്. കണ്ടാ 4 ആളുണ്ട്. എല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടുണ്ട് ഗൈസ്. ഏകദേശം താഴത്തുനിന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് 1 കിലോമീറ്ററോളം മുകളിലേക്കുണ്ട്. അതും നല്ല അടാറ് കയറ്റം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്തായാലും ശരീരം അനങ്ങാത്തവർക്ക് നല്ലൊരു എക്സസൈസ് തന്നെയാണത്. ഒരു 4-5 വട്ടം ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ ഏതൊരാളും തടി കുറഞ്ഞിരിക്കും. കണ്ടാ ഇവരൊക്കെ വയറ് കണ്ടാ, ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി കൊടുന്നാ.
ഒരു 4 വട്ടം ഇത് അങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ അവൻ്റെ തടി എന്തായാലും കുറഞ്ഞിരിക്കും. ഓ ഗ്യാസ് വയ്യ ഗ്യാസ്. അങ്ങനെ അവസാനം നമ്മൾ ഇറങ്ങി വരുന്നിടയ്ക്ക് ഒരു ഷോപ്പ് കയറിയിട്ടുണ്ട്. കണ്ടോ കാപ്പിയുടെ കുരു ഇത് പൊടിച്ചിട്ടുള്ള സാധനതാ. അതുകൊണ്ടേ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താ വില? കിലോ 250 300 അതിന്റെ പ്രത്യേകത എന്താ അറിയോ? നല്ല കടുപ്പും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇവിടെ നമുക്ക് കടയിൽ ഒരുപാട് സാധനങ്ങൾ കാണാം. കണ്ടു കഴിഞ്ഞാൽ വാങ്ങി പോകും. കടക്ക് പേരുണ്ടോ? കടക്ക് പേരുണ്ടോ? താത്ത കടക്ക് പേരുണ്ടോ? അപ്പൊ ഇടയ്ക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇടയ്ക്കിൽ ഗുഹ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതാ താത്താന്റെ ഗ്രീൻ വേ എന്നുള്ള കടയിൽ കേട്ട് മാത്രം പോയത്. ഈ ചാനലിന്റെ പേര് പറഞ്ഞെങ്കിൽ താത്ത എന്തായാലും ഡിസ്കൗണ്ട് വരും. SKB എന്റർടൈൻമെന്റ് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താത്ത നിങ്ങൾക്ക് ഉറപ്പായി ഡിസ്കൗണ്ട് വരും അല്ലേ താത്ത? ആ കണ്ട താത്ത ഓക്കെ വേണ്ടേ? നല്ല കണ്ടോ ഫ്രഷ് സാധനമാണ്. ഇത് പൊടിച്ച ഓൺ ദ സ്പോട്ടിൽ പൊടിച്ചത്. നമ്മള് കുറച്ച് ലേറ്റ് ആയ കാരണം ആ വെള്ളം വാങ്ങി താത്ത. ഇടയ്ക്കൽ പോകുന്ന താത്ത കയറുമ്പോ നമുക്ക് കാണാം ഗ്രീൻ വേ നടണം. ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. വണ്ടിയിലൊക്കെ വെക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ. താത്ത കടക്ക് വാങ്ങി നല്ല പ്രൊമോഷൻ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ഇവിടെ കേറിയിട്ട് പോയാൽ മതി. ഇവിടെ ഞാൻ നല്ല നോട്ടീസ് സംഭവം ഉണ്ട്. നമ്മളെ പപ്പടം ഒരുപാട് തരം പപ്പടം കാണാം നിങ്ങൾക്ക്. ജിഞ്ചർ ടീ എന്തൊക്കെയോ പപ്പടം, ജീരക പപ്പടം കണ്ടു, ചുവന്ന മുളക് പപ്പടം. അപ്പോൾ നമ്മുടെ റൂം സ്റ്റേയുടെ അവിടെ ഒരു ക്യാമ്പ് ഫയർ കൂടി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ചുളുവില്. വെളുത്തുള്ളി പപ്പടം, ചുവന്ന മുളക്, മുളക് പപ്പടം, ഗ്രീൻ ജീരക പപ്പടം, ജീരകം. നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി റൈഫ്ക ചെറുതായി വാങ്ങുന്നുണ്ട്. ഈ ഒരു സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ഇയാൾ ഇത് വാങ്ങിയിട്ടല്ല, ഇനി ഫെയർ ലാവലിയുടെ ക്രീമി കുടിച്ചിട്ടും കാര്യമില്ല. പിന്നെ നമ്മൾ ഈ കടയിൽ കയറിയപ്പോ നമുക്ക് കാണാൻ പറ്റിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഫോൺ പേ അവൈലബിൾ ആണ്, ഗൂഗിൾ പേ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും പൈസ ഇല്ലാതെ കയറിയാലും കാർഡും ഫോണും കൊണ്ട് ഇവിടെ കാര്യം നടക്കും. പൊള്ളച്ചത് നമ്മള് സാധാ പപ്പടം പൊരിക്കണ പോലെ തന്നെ പൊന്തി വരും. കുറച്ചും കൂടി വലിപ്പവും കിട്ടും പൊന്തുമ്പോ. നമ്മളെ കൂടെ വന്നവര് ഭയങ്കര പർച്ചേസിംഗിലാണ് ഗൈസ്. നമ്മള് താത്തൻ്റെ എന്തൊക്കെ വാങ്ങി ചുവന്ന മുളക് പപ്പടം, ഒന്നിച്ച് വെക്കാനല്ലേ, പച്ചമുളക് പപ്പടം, പിന്നെ നമ്മളെ കാപ്പിപ്പൊടി, പിന്നെ ക്യാരറ്റ് പപ്പടം വാങ്ങിയിട്ടുണ്ട്, പിന്നെ മുൾത്താനി മട്ടി. ഇത് എന്തിനാ യൂസ് ചെയ്യാം? മുഖ സൗന്ദര്യത്തിന്, തേങ്ങാപ്പാലിൽ പനിനീരോ ചാലിച്ചിട്ട് 1 മണിക്കൂർ തേച്ചാൽ മതി പറഞ്ഞത്. അതായത് ഈ ഒരു സാധനം മുഖ സൗന്ദര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ പനിനീരിലോ ചാലിച്ചിട്ട് 1 മണിക്കൂർ മുഖത്തിടാം. അതെ, കണ്ട ഒരു ഐറ്റം ആണ് ഇത്. നമുക്കൊന്നും യൂസിങ് അല്ല. കാണുന്നുണ്ടോ? എന്തിനാ യൂസ് ചെയ്യാന്ന് അറിയുന്നൊരു താഴത്ത് കമന്റ് ചെയ്തോളി.
അപ്പോൾ നമ്മളെന്തായാലും അവിടുന്ന് പോന്നിട്ട് എടക്കൽ ഗുഹയിൽ പോന്നിട്ട് പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് നേരെ ഒരു ചെറിയ റൂം എടുത്തിട്ട് നമ്മൾ സ്റ്റേ ഉണ്ട്. ഇപ്പോൾ കാട്ടിൻ്റെ നടുവിൽ ഒരു ചെറിയ റൂമിലാണ് നമ്മളുള്ളത്. രാവിലെ ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. 2 റൂമിലാണ് നമ്മൾ സ്റ്റേ എടുക്കുന്നത്. ഇവിടെ 3 ആൾക്കാരുണ്ട്, അവിടെ 2 ആൾക്കാരും, 5 ആൾക്കാർ ടോട്ടലുണ്ട്. ഇതാണ് നമുക്ക് പുറത്തൊക്കെ ആൾക്കാരുണ്ട്. ജസ്റ്റ് നമ്മള് രാത്രി ഒന്ന് റിസോർട്ടിന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് കാടാട്ടോ. ജസ്റ്റ് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക്. ഇപ്പോ രാവിലെ നമ്മളെന്തായാലും ഒരു ട്രക്കിംഗ് ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ രാവിലെ എന്തായാലും ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ ഫുൾ കാടാണ്. ഇതാണ് നമ്മളെ റിസോർട്ട്. പിന്നെ പെടുത്തന്നെ ഞാൻ കൊറേ ഉണ്ട്. രാവിലെ വന്നു ഞാൻ പെട്ടു. എപ്പോ ക്യാമറ തന്നെ ഡ്രൈവർ നാട്ടിനെ കാണിക്കും. ചൂണ്ടിടാൻ പോകുമ്പോ അവിടെ നീ എല്ലായിടത്തും ഉണ്ടല്ലേ ചൂണ്ട. എല്ലാ വീഡിയോസും ഉണ്ടാവും. ചൂണ്ടിലുള്ള വീഡിയോസ്, ഞങ്ങളുടെ മോണോ വീഡിയോസ്, ഞങ്ങൾ വണ്ടിയുടെ റിവ്യൂ ഒക്കെ ഉണ്ടാവും. 2 ചാനലുണ്ടല്ലോ സെർച്ച് ചെയ്ത്. 2 ചാനലുണ്ട്. ഫസ്റ്റ് ചാനൽ വരും. SKV Entertainment തോന്നേ ഉള്ളൂ. രണ്ടാമത്തെ ചാനൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്ത് ബിലാലിൻ്റെ ബാങ്കുലി പരത്തിയ കാറ്റലയായെങ്കിൽ മുമ്പരാമമ്പിയ വന്നുള്ള നാട്ടിൽ നാം അന്നു പിറന്നെങ്കിൽ, നാം അന്നു പിറന്നെങ്കിൽ, മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഓരിലയായെങ്കിൽ, ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ, അതിലിന്ദ്രനീലലയ ഭാവം കുങ്കുമമേഘം കുളിരു തോൽക്കുമൊരു മഞ്ഞല പോലെയുലാടാം, അമ്പിളിനാദം അതിരു തോൽക്കുമൊരു തമ്പുരു പോലെ തലോടാം. അതിൻ്റെ ലിറിക്സ് തെറ്റിക്കണമെന്ന് ഡൗട്ടുണ്ട്. കിളിയായി കുറുകാം, താരത്തുവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ, തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ നനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ, വണ്ടുലഞ്ഞ മലർ പോലെ വാനിലാവിനിതൾ പോലെ നെഞ്ചിനുള്ളിലൊരു മോഹം, അതിലിന്ദ്രനീലലയ ഭാവം കുങ്കുമമേഘം കുളിരു തോൽക്കുമൊരു മഞ്ഞല പോലെയുലാടാം, അമ്പിളിനാദം അതിരു തോൽക്കുമൊരു രത്നമോകം കത്തിടും മയിലാളെ, മുഞ്ചൊളിവിൽ തഞ്ചമേകും കഞ്ചക പൂമോളെ, ചിത്തിരം കൊത്തി മറിയം ചെമ്പക ചുണ്ടും ചിരിയും ഉത്തമമാലർ വിരിയും സൂക്ഷ്മമിൽ പാലക്കുരിയും, കണ്ടു മോഹിച്ച് സംഗതി കണ്ട് ദാഹിച്ച്, എൻ കരളെ നമ്മളെല്ലാം രാജ്യക്കാരല്ലേ എന്നൊരു വിചാരവും സന്തോഷവും നീക്കില്ലേ.
അപ്പൊ നമ്മൾ കിടക്കാൻ പോവാണ്, ഉറങ്ങാൻ പോവാണ്. രാവിലെ ഒരു 6:30 നമുക്ക് ട്രക്കിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ട്രക്കിങ്ങിന്റെ വീഡിയോ ആണ് അടുത്ത് വരുന്നത്. അപ്പോൾ ട്രക്കിങ്ങിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നാളെ കാണുന്നതാണ്.